ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചാവക്കാടുള്ള മറൈൻ വേൾഡിൽ പോയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ അവിടെ പോയി വന്നൊരു ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കുട്ടികളായിട്ടൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ചാവക്കാടുള്ള മറൈൻ വേൾഡ്. ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം കേട്ടോ. നമ്മൾ ഈവനിങ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ സമാധാനമായിട്ട് കാണാമെന്ന് കരുതിയിട്ട് നമ്മളൊരു 11 മണി ആ ടൈമിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ നമുക്ക് വീട്ടിൽ നിന്ന് അധികം ഡിസ്റ്റൻസ് ഇല്ല, ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും. നമ്മൾ നല്ലൊരു ടൈമിൽ പോയതുകൊണ്ട് നല്ല തിരക്ക് കുറവായിരുന്നു. പിന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൾട്ടിന് 400 റുപ്പീസാണ് കേട്ടോ. അതുകൂടാതെ നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് 250 ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അക്വേറിയം മാത്രമല്ല, അതല്ലാത്ത നമുക്ക് ഹൊറർ ഹൗസ്, അതുപോലെ കുറച്ച് സ്നേക്സ്, ബേർഡ്സ് ഒക്കെ ഉള്ള ഏരിയാസും ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അവർ പുതുതായിട്ട് ഡീപ്പ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മളങ്ങനെ അണ്ടർ വാട്ടറിലൂടെ അവരിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ 7 വണ്ടേഴ്സാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ താജ്മഹലും ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അങ്ങനെ ബാക്കിയുള്ള 7 വണ്ടേഴ്സ് അവരിത് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാരണം അത്ര രസമുണ്ടായിരുന്നു. വളരെ ചെറിയൊരു ടൈം, ഒരു 10 മിനിറ്റാണ് ഈ അണ്ടർ വാട്ടറിലൂടെ അവർ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് ശരിക്കും നമുക്ക് എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്ത്, പിന്നെ ഭയങ്കര രസത്തിൽ നമ്മൾ അത് നേരിട്ട് കണ്ട പോലെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുറേ ഫിഷ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നത്. ഇതൊരു 10 മിനിറ്റ്സ് നമുക്കത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇതാ 10 മിനിറ്റത്തെ ആ യാത്രയ്ക്ക് ശേഷം നമ്മൾ അക്വേറിയം കാണാനായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതിലൊരുപാട് ഫിഷസ് ഇങ്ങനെ നടന്ന് കാണാം. അതിൻ്റെ നെയിമൊക്കെ അവരിങ്ങനെ ബോർഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5-3 മണിക്കൂർ നടന്ന് കാണാനുള്ള അത്രയധികം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് ഇതാ നമുക്കിങ്ങനെ നടന്ന് കാണാം. ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുകൾക്കും വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അക്വേറിയമാണ് കേട്ടോ. ഇത് വരാത്ത ആളുകൾ മസ്റ്റായിട്ടും വരും. 400 റുപ്പീസ് കൊടുത്തിട്ടാണെങ്കിലും അത് ശരിക്കും വർത്തായിട്ടുള്ളൊരു പ്രൈസാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരുപാട് ഫിഷ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ കുറേ നേരം നടന്ന് കാണാനുള്ളതുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള പ്ലേസസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വരുന്ന ഏരിയയാണ് ഈ ഒരു സ്പാ കൂടി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏരിയ കേട്ടോ. ഇത് ചെറിയ ഫിഷസ് ഇവിടെ നമ്മൾക്ക് സ്പാ ചെയ്ത് തരും. ഇതൊക്കെ ഈ ടിക്കറ്റ് റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ, ഇങ്ങനെ കാലിട്ടിരിക്കാൻ. പക്ഷേ ഇതിങ്ങനെ കൂട്ടായിട്ട് നമ്മളെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് അത്യാവശ്യം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ആ ഭാഗത്ത് അവർ ഒരുപാട് ഫിഷ് ഇങ്ങനെ ടാങ്കുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഫിഷസാണ് ഇതിൽ ഫുള്ളുള്ളത്. ഇടയ്ക്ക് ചെറിയൊരു ടീ ബ്രേക്ക് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെറിയ ചായ, സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അത്യാവശ്യം നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഒരുപാട് ഫിഷസ് ഉള്ള ഏരിയയിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് തരുമൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ ഓരോ ഏരിയയിലേക്കായിട്ട്
ഫിഷസ്, പല രീതിയിലുള്ള ഫിഷ്, ഓരോന്നിൻ്റെ പേരൊന്നും ഞാനെടുത്ത് പറയുന്നില്ല. അതൊക്കെ നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് അവരിങ്ങനെ ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ഇതാക്കണ്ട, ഈ ബ്ലാക്കിൽ കാണുന്നതൊക്കെ ഫുള്ള് ഫിഷാണ് കേട്ടോ. അധികം മൂവ് ചെയ്യാത്തൊരു ടൈപ്പ് ഫിഷാണിത്. അങ്ങനെ പലതരം വെറൈറ്റി ഫിഷസ് നമുക്ക് നടന്ന് കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്നത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല വലിയ ഫിഷസൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ അത് ആ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം ദൂരം നടക്കാനുണ്ട് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ചില കുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. നമ്മൾ അത്യാവശ്യം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പാട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടുന്ന് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഫിഷിനെ ഇവിടുന്ന് ഫീഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നീണ്ട മറൈൻ വേൾഡ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.